കഴിഞ്ഞ ദിവസത്തെ മഴയിലെല്ലാം നമ്മുടെ മീൻ ടാങ്കിലെല്ലാം വെള്ളം നിറഞ്ഞു. അതിങ്ങനെ തുറന്നു വിടുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അത് ഫൈബർ ടാങ്കാണ്. അപ്പോൾ സൈഡിലത്തെ ആ പൈപ്പ് വഴി നമുക്കിങ്ങനെ അത് തുറന്നു വിടാം. അപ്പോൾ ടാങ്കിലെ വെള്ളം ഇങ്ങനെ കുറയും. അതുപോലെ നമ്മൾ രാവിലെ ഇന്ന് ഇങ്ങനെ മീൻ തീറ്റ കൊടുക്കും. അപ്പോൾ വാവ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് അവൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അവനവിടെ കയറ്റിയിട്ട് നമ്മുടെ തീറ്റ വാങ്ങിച്ച് വെച്ചേക്കുന്ന ടാങ്കിലോട്ട് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഇത് അന്ന് കുറേ സിലോപ്പി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സിലോപ്പിയുടെ ബാക്കിയുള്ള കുറേ എണ്ണം പോയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് 2 ടാങ്കിലോട്ട് നമ്മൾ ചെറുതും വലുതായിട്ട് 2 ടാങ്കിലോട്ട് ആക്കിയിട്ടുണ്ട്. ഈ വലിയ ഫൈബർ ടാങ്കിൽ കുറച്ചെണ്ണം ഉണ്ട്, ഒരു 10-50 ഉണ്ട്. പിന്നെ താഴത്തെ സിമെൻറ്റ് ടാങ്കിലും ഉണ്ട് കുറച്ചെണ്ണം. അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ എണ്ണം ഓവറായിട്ട് നമ്മൾ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് മുകളിൽ കമ്പിയും നെറ്റും ഒക്കെ അല്ലാതൊക്കെ ഇട്ടേക്കാം. കാരണം ഇവിടെ ഇഷ്ടംപോലെ കൊക്ക്, പാടം സൈഡിലുണ്ട്, കൊക്ക് വന്ന് എപ്പോഴും ഉണ്ട്. വലയൊക്കെ കൊത്തി പൊട്ടിച്ചിട്ട് കൊത്തിക്കറി മീനൊക്കെ പിടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കുറേ വല ഇങ്ങനെ കൊത്തിക്കറി. അപ്പോൾ അതായിട്ട് നമ്മൾ കമ്പിയുടെ നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലാണ് ഈ ഒരു നെറ്റ് ഇട്ടേക്കുന്നത്. ഇത് നമ്മുടെ 2ാമത്തെ ടാങ്കാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഉണ്ട്. ആദ്യം വാങ്ങിച്ച് ചെറിയ കുറേ സിലോപ്പി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിന് ചെറിയ മീൻ തീറ്റയാണ് കൊടുക്കുന്നത്. ഇതിനകത്തും കുറച്ച് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നെറ്റും ഫുള്ളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം മഴയെല്ലാം വന്നിട്ട് ഫുള്ള് നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതും കുറച്ച് തുറന്ന് വിടണം. അപ്പോൾ ഇതിന് നമ്മൾ രാവിലെയാണ് തീറ്റ കൊടുക്കുന്നത്. 1 നേരം അല്ലെന്നുണ്ടെങ്കിൽ 2 നേരം കുറച്ച് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതും നമ്മളപ്പോൾ ഇതിന് കൊടുക്കുമ്പോഴത്തേക്ക് മറ്റേ ടാങ്കിലെ കുറച്ച് വെള്ളം കുറഞ്ഞു. അപ്പോൾ അത് പോയി ക്ലോസ് ചെയ്തു.